വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ഉപ്പുമുളകും മുടിയിനെ കുറിച്ചുള്ളൊരു അടിപൊളി അപ്ഡേറ്റുമായിട്ട്. നമുക്കറിയാം ഉപ്പുമുളകും മുടിയൻ ഇപ്പോൾ ഉപ്പുമുളകിലില്ല, മാറി നിൽക്കുകയാണ് എന്ന രീതിക്ക്. അതിലുള്ള പ്രശ്നങ്ങളെല്ലാവരും നമുക്കറിയാം, നമ്മൾ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മുടിയൻ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അധികം പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. മുടിയൻ്റെ യൂട്യൂബ് ചാനലിലും വീഡിയോസിന് തുടർച്ചയായി വരുമെന്ന് പറഞ്ഞിട്ട് വെറും 3-4 വീഡിയോസോടെ മുടിയൻ അതും നിർത്തി. എന്നിട്ട് മുടിയൻ അലയൻസ് എന്നൊരു പുതിയ സിറ്റ്കോം പരിപാടിയിലേക്ക് മാറുകയും ചെയ്തു. നമ്മളെല്ലാവരും വിചാരിച്ചിട്ട് മുടിയനും ഉപ്പുമുളകുമായിട്ടുള്ള ടോട്ടൽ കോൺടാക്റ്റും നഷ്ടപ്പെട്ടോ എന്ന രീതിക്കൊക്കെ നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നത്. ഒരു അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ തന്നെയാണത്. മുടിയനും ലച്ചുവും ഒരുമിച്ച് അഭിനയിച്ച ഒരു അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. റിലയൻസ് ട്രെൻഡ്സ് എന്നൊരു ഷോറൂമിൻ്റെ ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത്. പരസ്യമുടനീളം ഒരു ഡയലോഗ് പോലും രണ്ടാൾക്കുമില്ല. പക്ഷേ രണ്ടുപേരും ആക്ഷൻസിലൂടെ തന്നെ അടിപൊളിയാക്കിയിരിക്കുന്നതെന്ന് ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം ഇപ്പോൾ ക്രിസ്മസ് എല്ലാം വരാൻ പോകണം, അതിൻ്റെ സെയിലിന് ബന്ധപ്പെട്ടുമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആഡ് മുടിയനും ലച്ചും അവിടെ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും കോംബോ ഉപ്പുമുളകും കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി കോംബോ ആണ്. ഈ ഒരു കോംബോന് തന്നെ കുറേ ഫാൻസുകാരുണ്ട്. അതൊക്കെ ഈ കഴിഞ്ഞ 6-7 മാസമായിട്ട് പ്രേക്ഷകർക്ക് മിസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില ആഡിലൂടെ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആഡിൽ ഉടനീളം അവരുടെ കെമിസ്ട്രി അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ലെവലായിട്ട് തന്നെ രണ്ടുപേരും ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നത് പോലെയും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പാക്കഡ് ആയിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഇവർ രണ്ടുപേരുടെയും ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകളായിട്ട് ഉപ്പുമുളകും ആക്ടേഴ്സിന്, അതായത് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മുടിയൻ്റെ ഭാഗത്തു നിന്നും യാതൊരു കോൺടാക്ട്സും ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു അടിപൊളി ആഡുമായിട്ട് ഇവർ രണ്ടുപേരും മറുപടി കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇതിന് മുമ്പും ലച്ചു മുടിയന് വേണ്ടി നിന്നിട്ടുണ്ട്. മുടിയൻ ഇൻ്റർവ്യൂ കൊടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലച്ചു മാധ്യമങ്ങളെ കാണുന്നിടയ്ക്ക് കുറേ മാധ്യമങ്ങൾ ലച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുടിയൻ്റെ ഇൻ്റർവ്യൂ കണ്ടോ എന്ന രീതിക്കൊക്കെ. അപ്പോഴൊക്കെ അടിപൊളിയായിട്ട് മുടിയനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ന രീതിക്ക് തന്നെയാണ് ലച്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് പറയേണ്ട ആൾ ഞാനല്ല, അത് അവർ തീരുമാനം എടുത്തോളും, ഇനി വരണമെന്ന് തന്നെയാണ്. നമ്മൾ 5 മക്കളും ചേരുമ്പോഴാണ് ആ ഒരു ഫാമിലി ഫുൾഫിൽ ആവുന്നത്. അതുകൊണ്ട് മുടിയൻ വരുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാമെന്ന രീതിക്ക് ലച്ചു ഇതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഒരു കോംബോ, അത് അടിപൊളി കോംബോ തന്നെയാണ്. രണ്ടുപേരും ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും അടിപൊളി കോംബോ തന്നെയാണ് എന്നുള്ളത് ഒന്നും കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതിൽ ഉപ്പുമുളകും ഫാൻസിന് ഒരു ട്രീറ്റ് തന്നെയാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ. ഇനിയിപ്പോൾ ക്രിസ്മസ് എപ്പിസോഡൊക്കെയാണ് വരുന്നത്. അതിൽ നമ്മൾ മുടിയൻ്റെ ഒരു റീ എൻട്രിയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. മാത്രമല്ല ക്രിസ്മസിന് ഒരുപാട് കൊളാബ് ഇവർ തമ്മിൽ തന്നെ, അതായത് ഓണത്തിന് ചെയ്ത പോലെ കുറേ ഷോറൂംസിൻ്റെയൊക്കെ കൊളാബറേഷൻസിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ഇനി വരാനുണ്ട്. ഓണത്തിന് ഇതേപോലെ ഉപ്പുമുളകും ഫാമിലിയും അജു വർഗീസും ആടെയൊക്കെ നന്ദിൽ ജി മാർട്ടിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയ ഒട്ടാകെ തരംഗമായതാണ് മുടിയൻ തിരിച്ചു വന്ന രീതിക്കൊക്കെ. അപ്പോൾ അതുപോലത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റൊക്കെ നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഏതായാലും ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ കാണുക. നിങ്ങൾ മുടിയൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.